പ്രിയപ്പെട്ട സഹോദരി, എന്റെയും നിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും സമീപന രീതികളുടെയും അസ്ഥിശിലകൾ ബന്ധിച്ചു കിടക്കേണ്ടത്, അടിസ്ഥാനങ്ങൾ അകപ്പെട്ട് കിടക്കേണ്ടത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന സംവിധായകനാരാണ്? പരിപാലകനാരാണ്? ലോകാധികാരിയായ അല്ലാഹുവാണ്. 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോ പൊന്നു പെങ്ങളെ നമ്മൾ ഓതുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകമാകമാനമുള്ളതിനെ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോയെന്ന പരിപാലകനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തോത്രങ്ങളുമെന്ന മഹിതമായ പ്രഖ്യാപനത്തിന്റെ വരിഷ്ഠമായ വചനമാണ് നിന്റെ അധരങ്ങളിൽ നിന്ന് ഹൃദയം തൊട്ട് മന്ത്രിക്കുന്നതെങ്കിൽ ആ ലോകാധികാരിയായ അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഒരു വിശ്വാസിനിയുടെ അടിസ്ഥാന ഗുണമായി വരേണ്ടത്. ആ ഈമാൻ ഉണ്ടെങ്കിലേ, ഈമാൻ എന്ന അടിസ്ഥാന ഗുണമില്ലാത്തവർക്ക് രക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ രീതികൾ എല്ലാം സ്വീകരിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഗുണം അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, പടച്ചവനിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമില്ലാത്തവർ എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും, എത്ര സമ്പത്തുള്ളവരാണെങ്കിലും, എത്ര ആഢ്യത്വമുള്ളവരാണെങ്കിലും, എത്ര അംഗീകാരമുള്ളവരാണെങ്കിലും, എത്ര ഔദ്യോഗികതകൾ ഉള്ളവരാണെങ്കിലും അവർക്ക് പാരത്രിക ലോകത്ത് വിജയമില്ലെന്ന് പരമയാഥാർത്ഥ്യത്തെയും പ്രാപഞ്ചിക സത്യത്തെയും ഏറ്റെടുക്കാനുള്ള മനസ്സാണ് ആദ്യമായി മോളെ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് നവജാത ശിശുവിന് ആദ്യമായി കേൾക്കാൻ നമ്മൾ വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കേണ്ടത് സിസ്റ്റർമാരുടെ കമന്റ് അല്ല, ഡോക്ടേഴ്സിന്റെ കൊട്ടേഷൻ അല്ല. ആദ്യമായി കേൾക്കേണ്ടത് അല്ലാഹു എന്ന പരിശുദ്ധമായ വാചകമാണ്. അല്ലാഹു എന്ന പരിശുദ്ധമായ വാക്ക്, അല്ലാഹു അക്ബർ എന്ന പരിശുദ്ധമായ വാചകം, ഈ വാചകമാണ് ആദ്യമായി പൊന്നുമോന്റെ കൽബിലേക്ക്, അവന്റെ മെമ്മറിയിലേക്ക് കടന്നു വരേണ്ടത്. ഇന്ന് പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അലമുറയിട്ട് പ്രസവ സമയത്ത് വേദനിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോൾ അവർക്ക് പശ്ചാത്തലങ്ങളും പരിസരങ്ങളും മുഴുവനും മറന്നു പോവുകയാണ്. ആധുനിക പ്രസവ രീതികളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉമ്മമാര് പ്രസവിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് അല്ലാഹ് എന്ന് കേട്ട് ജനിക്കാനുള്ള നിയോഗമില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം നമ്മളെ ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ സൗകര്യങ്ങളുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മത്സരിക്കുന്നവരാണ്. ഹോസ്പിറ്റല് വലുതാകും തോറും സംസ്കാരം കുറഞ്ഞുകൊണ്ടാണ് വരിക. ജനിച്ച കുട്ടിയെ മണിക്കൂറുകൾ കഴിഞ്ഞ് കയ്യിലേക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ആദ്യമായി അവന്റെ മനസ്സിലേക്ക് വരേണ്ട പവിത്ര വചനമേതാണ്? ലോകാധികാരിയായ അല്ലാഹുവിന്റെ പേരാണ്. അതുകൊണ്ട് മോളെ, നീ ഒരു കോച്ചിങ് നേടിയിട്ടാണ് പ്രസവിക്കാൻ പോകേണ്ടത്. ഇന്നത്തെ കാലത്ത് മിക്ക കേസുകളും ഹോസ്പിറ്റലിലേക്ക് പോവാ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർമൽ പ്രസവം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ആളുകളും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് നോർമൽ വേണ്ട, ഞങ്ങൾക്ക് സിസേറിയൻ മതി. എന്നാ നൊന്ത് പറ്റൂ എന്ന വേദനയില്ലല്ലോ. ഇതുപോലെയാണ് വരുന്നതെങ്കിൽ മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം ഒഴിഞ്ഞ മദീനയുടെ രാജാവ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന മനോഹരമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോവുകയാണ്. ആദ്യമായി പൊന്നുമോന്റെ പൊന്നുമോളുടെ കൽബിലേക്ക് വരേണ്ടത് അല്ലാഹ്
എന്ന വിശുദ്ധ വാക്കാണ് മോളെ. അതിന് നീ പ്രസവിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കോച്ചിങ് നീ സ്വീകരിച്ചിരിക്കണം. അതെന്താണ്? എന്റെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നു എന്ന് ബോധ്യമാകുന്ന ഉടനെ നീ നിലവിളിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും അല്ലാ എന്നൊന്ന് വിളിച്ച് കരയാൻ പഠിക്കണം മോളെ. അപ്പോ നിന്റെ നവജാത ശിശു കേൾക്കുന്നത് ഉമ്മാന്റെ വായിൽ നിന്നു തന്നെ അല്ലാ എന്ന മന്ത്രമാണ്. അങ്ങനെ ആദ്യം അല്ലാന്ന് കേട്ട് എന്റെ മോൻ ജനിക്കട്ടെ, എന്റെ മോള് ജനിക്കട്ടെ, എന്റെ സന്താനം ലോകത്തേക്ക് വരട്ടെ. നമ്മളൊന്നൊരു നമ്മുടെ മനസ്സിലേക്ക് കരയുമ്പോ അല്ലാന്ന് വിളിക്കാൻ പഠിച്ചാൽ മതി. എന്നാൽ എനിക്കൊരു ഓമന പിറന്നു എന്ന് ബോധ്യം വരുന്ന സമയത്ത് അല്ലാ എന്ന് അലമുറയിട്ടുകൊണ്ട് കരയുന്ന സമയമാണെങ്കിലും ആദ്യമായി മോൻ കേൾക്കുന്നത്, മകള് കേൾക്കുന്നത് അല്ലാ എന്ന വാചകമായാൽ ഇനി ഒരല്പസമയം വാങ്ങുകൊടുക്കാൻ വൈകിപ്പോയാലും അവന്റെ ബ്ലാങ്കായ മനസ്സിലേക്ക് ലോകത്ത് നിന്ന് ആദ്യമായി കേൾക്കുന്ന വചനം അത് അല്ലാഹുവിന്റെ പേരായി മാറിയാൽ ഹുദാ കാ നാം ലിഖ് ദേനാ, നബി കാ നാം ലിഖ് ദേനാ, കൈ കുഫ്റോं के झंडा है उधर इस्लाम लिख देना. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹത്തായ നിർദ്ദേശം, അതായത് ഒരു നവജാത ശിശുവിന്റെ കാതിലേക്ക് ആദ്യം കേൾക്കേണ്ടത് അല്ലാഹുവിന്റെ നാമമാണ്, പടച്ചവന്റെ പേരാണ്. അങ്ങനെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ അങ്ങനെ പേര് കേട്ട് ജനിക്കാൻ സാഹചര്യമില്ലെങ്കിൽ അഥവാ വാങ്ങുകൊടുക്കാൻ കയ്യിൽ കിട്ടുമ്പോഴേക്ക് ഒരുപാട് മന്ത്രങ്ങളും കമന്റുകളും കേട്ട് കഴിഞ്ഞു പോകുമെങ്കിൽ ഉമ്മമാരെ നിങ്ങൾക്ക് നല്ല ഒരു ഹോംവർക്ക് ഉണ്ടായിരിക്കണം. എന്റെ മോൻ എന്റെ മോള് ആദ്യമായി കേൾക്കുന്നത് അല്ലാ എന്ന വചനമാകണമെന്ന് നിർബന്ധമായ ഒരു നിഷ്ഠ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. ഇത് പറയുമ്പോ എത്ര സഹോദരിമാരാ ബോധത്തോടെ പ്രസവിക്കുന്നത്, അഥവാ സർജറി ആയിപ്പോയാൽ എന്താ ചെയ്യാ എന്നൊരാശങ്ക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. പഴയകാല രീതികളിൽ നിന്ന് നമ്മൾ മാറി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ നിന്ന് മാറി. ഗർഭാവസ്ഥയിലുള്ള സഹോദരിമാര് അവർക്ക് ദീനിയായ ചിട്ടകളും മര്യാദകളും ഒക്കെ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം മെഡിസിനും ഗൈനക്കോളജിസ്റ്റും മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നിടത്തേക്ക് ആത്മീയമായ രീതികളിൽ നിന്ന് മാറിയതാണ് വലിയ പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ കടന്നുവന്ന അഥവാ ഭൗതികമായ ഒരു സംവിധാനങ്ങളുടെ ഈ സമ്മതമില്ലാതെയാണ് 4ാമത്തെ മാസമാകുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ആത്മാവ് കടന്നു വരുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കൂല, ഒരു സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കൂല, ഒരു കാർഡിയോളജിസ്റ്റിനോടും ചോദിക്കില്ല, ഒരു ENT സ്പെഷ്യലിസ്റ്റിനോടും ചോദിക്കൂല. നേരെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പള്ളയിൽ കിടക്കുന്ന മാംസപിണ്ഡത്തിലേക്ക് ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ ഭാഷ ഒരു മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഒരു ഗൈനക്കോളജിസ്റ്റും ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ആത്മാവിന്റെ ഭാഷകളെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു വരുന്നില്ല. അതുകൊണ്ടൊരു പെണ്ണ് പ്രസവിക്കാൻ പ്രയാസപ്പെട്ടാൽ ഒന്നുകിൽ മിക്കവാറുമുള്ള കേസുകൾ കുട്ടി തല തിരിഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ നോർമൽ പ്രസവം നടക്കുന്നില്ല. തല കീഴായി കിടക്കുമ്പോഴേ നോർമൽ പ്രസവം നടക്കൂ. അതുകൊണ്ട് കാല് കീഴോട്ടാക്കിയിട്ടാ കിടക്കുന്നത് കുട്ടിയെങ്കിൽ ഡോക്ടർ പറയും അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ കുട്ടിക്കോ അല്ലെങ്കിൽ തള്ളയ്ക്കോ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് സിസേറിയൻ നടത്തിയേ പറ്റൂ. ഇവിടെ 2 മാർഗങ്ങൾ മാത്രമാണ് സാക്ഷാൽ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിലുള്ളത്. ഒന്നെന്താണ്? ഗർഭാശയം തുറന്ന് കുഞ്ഞിനെ പുറത്തേക്കെടുക്കുക. രണ്ടാമത്തേത് പ്രസവിക്കേണ്ട സ്ഥലത്തുകൂടി ഒരു ഉപകരണം ഗർഭാശയത്തിലേക്ക് കടത്തിയിട്ട് കുട്ടിയുടെ തല പിടിക്കുക, ഇങ്ങ് വലിച്ച് പുറത്തേക്കെടുക്കുക. അത് കുറച്ചൊക്കെ അപകടകരമായ രീതിയാണ്. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരെല്ലാം നോർമൽ ഡെലിവറിയാണ് എന്ന് പറയാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുകയും കുഞ്ഞ് ബ്രെയിനിലെ അല്ലെങ്കിൽ തലയിലെ വെയിനുകൾക്ക് കേടുവന്നിട്ട് മന്ദബുദ്ധികൾ വരെ ആയിപ്പോയ
റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മാർഗങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ഭൗതികനായ ഡോക്ടറുടെ കയ്യിലുള്ളൂ. എന്നാൽ ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ഡ്രൈവറോടെന്ന് പറയണം, കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഉള്ളിൽ ഒരു ഡ്രൈവറുണ്ട്, അതാണ് ആത്മാവ്. ആ ആത്മാവ് ടെലസ്കോപ്പിൽ തെളിയില്ല, ആ ആത്മാവ് സ്കാനറിൽ തെളിയില്ല, ആ ആത്മാവ് എക്സ്റേയിൽ വരില്ല. അങ്ങനെ ഉപകരണങ്ങളുടെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആത്മാവെന്ന നിഷ്ഠമായ സാധനം ആ ആത്മാവ് നിക്ഷേപിച്ചത് അല്ലാഹുവാണ്.